ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആഞ്ജനേയോത്സവം ആരംഭിച്ചു. 20-ന് ഉത്സവം സമാപിക്കും. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആഞ്ജനേയോത്സവത്തിന് തിരിതെളിഞ്ഞു. 20-ന് സമാപിക്കും. ആദ്യ വെള്ളിയാഴ്ച ദിവസം വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഔഷധജല വിതരണം, വിളിച്ചുചൊല്ലി പ്രാർത്ഥന, മദ്യവിരുദ്ധ സത്യപ്രതിജ്ഞ എടുക്കൽ എന്നിവ നടന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അസാധ്യമായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ വളരെ ഭക്തിപൂർവ്വം ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കണമെന്ന് ഓരോരുത്തരെയും അറിയിക്കുന്നത്, കാണുവാനും കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കുന്ന വളരെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആഞ്ജനേയ സ്വാമിയുടെ ഉത്സവം ഇന്ന് 2-ാം ദിവസമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി 3 ദിവസം കൂടെ ഈ ഉത്സവം ഉണ്ടായിരിക്കുന്നതാണ്. ചക്കുളത്തമ്മയുടെ തിരുസന്നിധാനത്തിലെ മാസം തോറും, അതായത് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ദിവസം വിളിച്ചുചൊല്ലി പ്രാർത്ഥന എന്നൊരു ചടങ്ങ് നടത്തി വരുന്നതിന്റെ ഭാഗമാണിത്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടതായ പ്രാർത്ഥന, വിളിച്ചുചൊല്ലി പ്രാർത്ഥനകൾ നമ്മൾ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തവത്സലയായ അമ്മ നമ്മളിൽ ഒരാളായി പന്തലിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ സങ്കല്പം. അമ്മയോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ആനന്ദ നൃത്തം ചെയ്യുകയാണ്. കാരണം അമ്മ നമ്മളോടൊപ്പം വരികയാണ്. ഇപ്പൊ ആ ശ്രീകോവിലല്ല, ദേവി നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ അടുത്ത് വരുമെന്നുള്ള ഒരു വലിയ സങ്കല്പമാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കേൾക്കുവാനും അതറിയുവാനും അതിന് പരിഹാരം തരുവാനുമായിട്ടാണ് അമ്മ ഇവിടെ ഇരുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 5-ന് നിർമ്മാല്യ ദർശനം, തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, അഭിഷേകം, പന്തീരടി പൂജ, രാമായണ പാരായണം, പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. സമാപന ദിവസമായ 20-ന് രാവിലെ 10:30-ന് അഭിഷേകം, വിശേഷാൽ പൂജ, എഴുന്നള്ളത്ത്, മംഗളാരതി എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.